ഗാസയിൽ ഇസ്രായേലിന് മുന്നിൽ ജീവന് വേണ്ടി കേണ് ഹമാസ് ഭീകരന്മാർ. ഉടുതുണിയില്ലാതെ കൈകൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്ന ഹമാസ് ഭീകരന്മാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. റഫയ്ക്ക് സമീപം ഇസ്രായേലി സേനയുടെ നിറത്തോക്കുകൾക്ക് മുന്നിലേക്ക് നഗ്നനായി കൈ ഉയർത്തി ജീവന് വേണ്ടി യാചിച്ച് ഓടിയെടുക്കുന്ന ഹമാസ് ഭീകരൻ. ഇതിനപ്പുറം എന്ത് വേണം ഗാസയിൽ ഹമാസിന്റെ ദയനീയത ദൃശ്യമാക്കാൻ? അടുത്തിടെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു ഭീകരനാണ് ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങിയത്. ജീവന് വേണ്ടി യാചിച്ച് ഉടുതുണി പോലും വലിച്ചെറിഞ്ഞ് പട്ടിണി കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യത്തിൽ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൈകൂപ്പി യാചിച്ചുകൊണ്ട് എത്തുന്ന ദൃശ്യങ്ങൾ. ഇതിന് സമാനമായ കീഴടങ്ങലുകൾ ഗാസയിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. റഫയ്ക്ക് സമീപം ഖാൻ യൂനിസിന് സമീപമൊക്കെ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാർ പട്ടിണി കൊണ്ട് വിശപ്പ് കൊണ്ട് എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് മുന്നിലേക്ക് കൈകൂപ്പി യാചിച്ചുകൊണ്ട് ജീവന് വേണ്ടി കേണ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നു. നിരവധി ഭീകരന്മാർ, ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഗാസയുടെ വിവിധ മേഖലകളിൽ കീഴടങ്ങിയെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. ഒന്നുകിൽ ബങ്കറുകളിൽ പട്ടിണി കിടന്ന് മരിക്കണം, അല്ലെങ്കിൽ പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ ഇതല്ലാതെ മറ്റൊരു പോംവഴി ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൈകൂപ്പി ജീവന് വേണ്ടി അപേക്ഷിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിന് സമാനമായ സംഭവങ്ങൾ ഗാസയിൽ ഇറങ്ങിയിരുന്നു. ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ആയുധങ്ങൾ താഴെ വയ്ക്കാം, ജീവൻ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൈകൂപ്പിയെത്തുന്ന ഹമാസ് ഭീകരന്മാർ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം വലിയ ആക്രമണമാണ് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്. ബെയ്ത്തുൽ ലഹിയയിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഒരു പള്ളിയും ഒരു മോസ്കും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബഹുനില കെട്ടിടവും പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഹമാസ് ഭീകരന്മാരുടെ സാന്നിധ്യം ഈ പള്ളിക്ക് സമീപം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇവിടേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയുടെ ഒരു ഭാഗം ഇസ്രായേൽ ആക്രമണത്തിൽ തകരാതെ ബാക്കിയുണ്ടായിരുന്നു. ഈ ഭാഗം ഹമാസ് ഭീകരന്മാർ തങ്ങളുടെ കേന്ദ്രമായി മാറ്റുകയും ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു എന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ IDF ഇവിടേക്ക് എയർ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു. നിരവധി ഹമാസ് ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം IDF സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള ബോംബാക്രമണം ഗാസയിലുടനീളം കഴിഞ്ഞ ദിവസം ഏറ്റവും ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേലി സേന തയ്യാറെടുത്തിരുന്നത്. ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ റഫയുടെ, ഖാൻ യൂനിസിന്റെ, ബെയ്ത്തുൽ ലഹിയയുടെ ഒക്കെ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേനയുടെ റെയ്ഡുകൾ വീണ്ടും ശക്തമായി തന്നെ ആരംഭിച്ചിരിക്കുന്നു. ബങ്കറുകൾ എല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്ത് മുന്നേറുകയാണ്. കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ ഏകദേശം 18ഓളം ബങ്കറുകളാണ് കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ഗാസയിൽ മാത്രം തകർത്തത്. വൻ സ്ഫോടക വസ്തുക്കൾ ഈ ബങ്കറുകൾക്കുള്ളിൽ നിറച്ച ശേഷം സ്ഫോടനം നടത്തുന്നു. അങ്ങനെ ബങ്കറുകൾ താറുമാറാകുന്നു. ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസ് ഭീകരന്മാർ അതിനുള്ളിൽ തന്നെ ചത്തൊടുങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി ഹമാസ് ഭീകരന്മാരാണ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഒരു ഭീകരന്റെ ദൃശ്യങ്ങൾ IDF സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വ്യാപകമായ പ്രചരണമാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. കണ്ണു കെട്ടിയ നിലയിലാണ് ഈ ഭീകരനെ ഇസ്രായേലി സേന ചോദ്യം ചെയ്യുന്നത്. അതിൽ ഈ ഭീകരൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബങ്കറിലാണ്, ആഹാരമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഹമാസിന്റെ നേതൃത്വം തങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഹമാസിന്റെ തലവന്മാരുമായോ ഗാസയിൽ തന്നെ ഹമാസിന്റെ നേതാക്കന്മാരുമായോ ഒരു ബന്ധവുമില്ല. തങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കീഴടങ്ങളല്ലാതെ മറ്റൊരു പോംവഴി തങ്ങളുടെ മുന്നിൽ ഇല്ല എന്നാണ് ഈ കൊടും ഭീകരൻ ഇസ്രായേലി സേനയോട് വെളിപ്പെടുത്തുന്നത്. ഇതാണ് ഗാസയിലെ ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഹമാസ് ഗാസയിൽ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. ഹമാസിന്റെ അവസാനം, ഹമാസിന്റെ പരിപൂർണമായ അന്ത്യം ഉടൻ ഉറപ്പാക്കുകയാണ് ഇസ്രായേലി ലക്ഷ്യം. ഗാസയിലെ അവസാനത്തെ ഹമാസ് ഭീകരനും
അധികം വൈകാതെ ഇല്ലാതാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഗാസയിലെ റഫ, ഖാൻ യൂനിസ്, ജബാലിയ തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നും ഇസ്രായേലി സേന ഹമാസ് ഭീകരന്മാരെ തുരത്തി കഴിഞ്ഞിരിക്കുന്നു. ഗാസ പരിപൂർണമായി ഇസ്രായേലിന്റെ കൺട്രോളിലായിരിക്കുന്നു. ഗാസയിലെ ബങ്കറുകളിൽ ഇനി അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ പട്ടിണി കൊണ്ട് അതിനുള്ളിൽ തന്നെ ചത്തൊടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ എന്ന രാജ്യം 2 വർഷത്തിലധികം നടത്തിയ ആക്രമണം 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ഒരു രാജ്യം നൽകിയ തിരിച്ചടി. അതാണ് കഴിഞ്ഞ 2.25 വർഷമായി നടക്കുന്ന ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രം എന്നുള്ളത്. ഗാസയിൽ രാജാക്കന്മാരായിരുന്ന ഗാസയിലെ ഭരണം നടത്തിയിരുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയെ മുച്ചൂടും മുടിച്ചു ഇസ്രായേലി സേന എന്നതിൽ യാതൊരു സംശയവുമില്ല. 2.25 വർഷം ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗാസ എന്ന ഭൂപ്രദേശത്തെ മരുഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനാകുന്നത്. ഗാസ ഇനിയൊരു ജനവാസ കേന്ദ്രമാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25 വർഷമെങ്കിലും എടുക്കും. അത്രത്തോളം വലിയ ഒരു ദുരന്തമാണ് ആ ഭൂമിയിൽ ഇസ്രായേൽ സമ്മാനിച്ചത്. പൊടിപടലങ്ങളും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും വെറും വേസ്റ്റ് മാത്രം നിറഞ്ഞ ഒരു മണ്ണായി ഗാസ എന്ന ഭൂപ്രദേശം മാറിയിരിക്കുന്നു. ഹമാസിന്റെ ഭീകരന്മാരെ ഒന്നൊഴിയാതെ ഇസ്രായേലി സേന കൊന്നൊടുക്കിയിരിക്കുന്നു. അവശേഷിക്കുന്ന വിരലെണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ ഇപ്പോൾ ബങ്കറുകളിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള അവസാന ശ്വാസം വലിയിലാണ്. എന്തായാലും ഗാസയെ പരിപൂർണമായും ഹമാസ് മുക്തമാക്കുക എന്ന ലക്ഷ്യം ഉടനടി സാധ്യമാകുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി ഹമാസ് ഭീകരന്മാരാണ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഒരു ഭീകരന്റെ ദൃശ്യങ്ങൾ IDF സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വ്യാപകമായ പ്രചരണമാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. കണ്ണു കെട്ടിയ നിലയിലാണ് ഈ ഭീകരനെ ഇസ്രായേലി സേന ചോദ്യം ചെയ്യുന്നത്. അതിൽ ഈ ഭീകരൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബങ്കറിലാണ്, ആഹാരമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഹമാസിന്റെ നേതൃത്വം തങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഹമാസിന്റെ തലവന്മാരുമായോ ഗാസയിൽ തന്നെ ഹമാസിന്റെ നേതാക്കന്മാരുമായോ ഒരു ബന്ധവുമില്ല. തങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കീഴടങ്ങളല്ലാതെ മറ്റൊരു പോംവഴി തങ്ങളുടെ മുന്നിൽ ഇല്ല എന്നാണ് ഈ കൊടും ഭീകരൻ ഇസ്രായേലി സേനയോട് വെളിപ്പെടുത്തുന്നത്. ഇതാണ് ഗാസയിലെ ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഹമാസ് ഗാസയിൽ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. ഹമാസിന്റെ അവസാനം, ഹമാസിന്റെ പരിപൂർണമായ അന്ത്യം ഉടൻ ഉറപ്പാക്കുകയാണ് ഇസ്രായേലി ലക്ഷ്യം.